വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇഹ ഡിസൈൻസിനെ പറ്റി ഒന്ന് റിവ്യൂ ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റഗ്രാമിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള വെൽക്കം ബാക്ക് ടു ഇഹ ഡിസൈൻസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിനെ പറ്റിയാണ് നോക്കുന്നത്. ഞാൻ അവിടുന്ന് 2 ടോപ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് ഒരു ബ്ലാക്ക് കളർ സ്ലബ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്ലിറ്റഡ് ടോപ്പാണ്. ഹാൻഡ് വർക്ക്ഡ് ടോപ്പാണ്. ബ്ലാക്ക് കളറാണ്. നല്ല പെർഫെക്ഷനുള്ള സ്റ്റിച്ചിങ് ഒക്കെയാണ്. നല്ല ലെങ്ത്താണ്. കുർത്തിയുടെ ലെങ്ത്ത് എനിക്ക് എത്രമാത്രമെന്ന് പറയാൻ പറ്റണ്ട. ഐ തിങ്ക് ജസ്റ്റ് അബോ ആംഗിൾ വരെ ഉണ്ടായിരുന്നു. ഞാനൊരു 5'3" ആണ് എൻ്റെ ഒരു ഹൈറ്റ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ലെങ്ത് ഉണ്ട്. അത് മാത്രമല്ല ഹാൻഡ് വർക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഒരുപാട് വാഷ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇത് വീഡിയോയിൽ കാണുന്നത്. സോ നല്ല രീതിയിൽ റഫ് യൂസ് കഴിഞ്ഞിട്ടുള്ള ഒരു രൂപമാണിത്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ക്വാളിറ്റി. കണ്ടോ, നിങ്ങൾക്ക് ആ ലെങ്ത് ഒക്കെ കാണാൻ പറ്റും. നല്ല ലെങ്ത് ഉണ്ട്. ഇപ്പോഴും അത് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകാൻ നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവം ആയതുകൊണ്ടാണ് അതിപ്പോഴും ആ ഒരു എന്താ പറയുക ലുക്കുണ്ടല്ലേ, നല്ല ഭംഗിയില്ലേ. ബട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെക്ക് നല്ല രീതിയിൽ ഡീപ്പായിട്ടുള്ളൊരു നെക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാനത് ഇച്ചിരി ഒന്ന് അടിച്ച് വെച്ചിട്ടാണ്. യു ക്യാൻ സി ഒരു ചെറിയൊരു ഒരു ഇഞ്ചോളം എങ്ങാണ്ട് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്കും ഡീപ്പായിരുന്നു. എനിക്കത് ചുമ്മാ അങ്ങിടാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള പിക്കാണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് അത്യാവശ്യം വൈഡ് ആൻഡ് ഡീപ്പായിട്ടുള്ള നെക്കാണ്. സോ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അത് നല്ല ഭംഗിയായിട്ടുണ്ട്. സോ സെക്കൻഡ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പറയുക റോസ് സിൽക്ക് ഫാബ്രിക്കിൻ്റെ ഒരു റെപ്ലിക്കയാണെന്നാണ് അവർ വീഡിയോയിൽ പറഞ്ഞത്. ആദ്യത്തെ ടോപ്പ് 999 റുപ്പീസിൻ്റെയും ഇത് 699 റുപ്പീസിൻ്റെയാണ്. യു ക്യാൻ സി വെരി ക്വാളിറ്റി ഹാൻഡ് വർക്കാണ്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബീഡ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ആയിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും അതിൻ്റെ സ്റ്റിഫ്നെസ് ഉണ്ട്. ബിക്കോസ് ഞാനത് റഫ് യൂസ് ചെയ്തിട്ടില്ല. മറ്റേതിന് ആ സ്റ്റിഫ്നെസ് ഇപ്പം ഇല്ല വാങ്ങി കിട്ടിയപ്പോൾ ഉള്ള. മേ ബി റോസ് സിൽക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ റെപ്ലിക്ക എന്ന് പറയുമ്പോൾ മേ ബി അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഫാബ്രിക്കിന്. ഇതും ആക്ച്വലി നല്ല ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലൊക്കെ ഇൻ്റർലോക്കിങ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടാണ് അവരത് സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. നല്ല പെർഫെക്ഷൻ ഉണ്ട്. മീഡിയം സൈസാണ്. ട്രൂ ടു സൈസാണ്. എനിക്ക് അധികം ഓൾട്ടർ ചെയ്യേണ്ടി വരാറില്ല. ഇവരുടെ പ്രൊഡക്ട്സ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കറക്റ്റ് ഫിറ്റിങ്ങിലാണ്. മേ ബി മീഡിയം എന്ന് പറയുമ്പോൾ കറക്റ്റ് മീഡിയം തന്നെ ആയിരിക്കും. അത്യാവശ്യം നല്ല ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇത് ഇച്ചിരി ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടാവണം ഇതിനിവർ ലൈനിങ് വെച്ചിട്ടുണ്ട്. കോട്ടൺ ലൈനിങ് ആണ്. സോ ഇതിൻ്റെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സി അതിൻ്റെ എഡ്ജസ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പെർഫെക്ഷനിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ ഉള്ള നല്ലൊരു ടോപ്പ് തന്നെയാണിത്. സി അതിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടോ, പേർപ്പിളിൽ വൈറ്റ് ബീഡ്സും ഗോൾഡൻ ബീഡ്സും ഒക്കെ വരുമ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് അത് ഹൈലൈറ്റഡായിട്ട് നിൽക്കുന്നത്. ഇനി ഇതിട്ടിട്ടുള്ളൊരു പിക്ചറാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ ഒരു പിക്ചറേ ഉണ്ടായിരുന്നുള്ളൂ, ഈ 2 പിക്ചേഴ്സ്. സോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ടോപ്പിന് എന്ത് ഭംഗിയാണ് അതിൻ്റെ ഹാൻഡ് വർക്ക് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പ് മേ ബി ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ് ഇല്ലായിരുന്നു. സോ ഓവറോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു 4.5 റേറ്റിംഗ് ഒക്കെ വരെ കൊടുക്കാൻ പറ്റും. പ്രീമിയം പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും യു ക്യാൻ സെർച്ച് ഫോർ അനദർ റിവ്യൂസ് എന്നിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് ഇനിയും പുതിയ വീഡിയോസായിട്ട് വരാം. ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ആൻഡ് കമൻറ്റ്സ്. നിങ്ങളുടെ എക്സ്പീരിയൻസസും പറയണം. പ്ലീസ് ഗീവ് എ ലൈക്ക് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് യൂട്യൂബ് ചാനൽ. താങ്ക് യു.